വെൽക്കം വ്യൂവേഴ്സ്. അത് 2023 ജൂൺ 5-ാം തീയതി ഹൈദരാബാദിലെ ഷംഷാബാദ് എന്ന സ്ഥലത്ത് 30 വയസ്സുള്ള അപ്സര തൻ്റെ അമ്മയായ അരുണയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. സ്ഥിരമായി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്ന ഒരു സ്വഭാവം അപ്സരയ്ക്കുണ്ടായിരുന്നു. ഇങ്ങനെ സ്ഥിരമായി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിരുന്ന അപ്സര അതേ ക്ഷേത്രത്തിലെ പൂജാരിയായ 36 വയസ്സുള്ള വെങ്കട്ടസൂര്യ സായി കൃഷ്ണ എന്ന വ്യക്തിയുമായി 2022 മുതൽ പരിചയത്തിലാകുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ദിവസം അപ്സര മിസ്സിംഗ് ആകുന്നു. ജൂൺ 5-ാം തീയതി അപ്സരയുടെ അമ്മയായ അരുണയും ഈ സായി കൃഷ്ണയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത പോലീസ് നിങ്ങളുടെ മകളെ അവസാനമായി നിങ്ങൾ എപ്പോഴാണ് കണ്ടത് എന്ന് ചോദിക്കുന്നു. ഇതിന് അപ്സരയുടെ അമ്മ ജൂൺ 3-ാം തീയതി രാത്രി സായി കൃഷ്ണയോടൊപ്പം കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് അപ്സരയെ ഞാൻ അവസാനമായി കണ്ടത് എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് പോലീസ് സായി കൃഷ്ണയോട് ചോദിക്കുന്നു. അതിന് അപ്സര അന്ന് രാത്രി എൻ്റെ കൂടെയാണ് വന്നത്, എന്നാൽ അന്ന് രാത്രി ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോയില്ല. അപ്സര തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭദ്രാചലം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഞാൻ എൻ്റെ കാറിൽ തന്നെ അപ്സരയെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി എന്ന് സായി കൃഷ്ണ പോലീസിനോട് പറഞ്ഞു. ഇങ്ങനെ കിട്ടിയ ഇൻഫോർമേഷൻസ് വെച്ച് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസിന് അപ്സരയെ അവസാനമായി സായി കൃഷ്ണ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലവും അപ്സരയുടെ മൊബൈൽ സിഗ്നൽ അവസാനമായി ലഭിച്ച സ്ഥലവും മാച്ച് ആകുന്നില്ല എന്ന് കണ്ടെത്തുന്നു. സായി കൃഷ്ണയുടെ മേലെ പോലീസിന് ഇപ്പോൾ സംശയം വരാനായി തുടങ്ങുന്നു. ഇതിനുശേഷം പോലീസ് വേണ്ട രീതിയിൽ സായി കൃഷ്ണയെ ചോദ്യം ചെയ്തപ്പോൾ ഷോക്കിംഗ് ആയ പല സത്യങ്ങളും പുറത്തേക്ക് വന്നു. 2023 ഹൈദരാബാദിൽ വളരെയധികം സെൻസേഷണലായ അപ്സരയുടെ ഈ കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്രൈം ടൈമിൽ ഡീറ്റെയിൽഡായി കാണാൻ പോകുന്നത്. ഞാൻ രാജേഷ് ഗോപിനാഥ്. വെൽക്കം ടു ക്രൈം ടൈം. മിസ്സിംഗ് ആയ അപ്സരയുടെ നേറ്റീവ് പ്ലേസ് കോയമ്പത്തൂരാണ്. അപ്സരയും അമ്മയായ അരുണയും കോയമ്പത്തൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് താമസം മാറ്റിയതിനു ശേഷമാണ് അപ്സര സായി കൃഷ്ണയുമായി അടുപ്പത്തിലാകുന്നത്. സായി കൃഷ്ണയും ഒരു പൂജാരി മാത്രമായിരുന്നില്ല, അയാളൊരു MBA ഗ്രാജുവേറ്റ് ആണ്. കഴിഞ്ഞ 12 വർഷങ്ങളിലായി ഇതേ ഏരിയയിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന കോൺട്രാക്ടറായി സായി കൃഷ്ണ ജോലി ചെയ്തു വരികയായിരുന്നു. ഇങ്ങനെ ആ ഏരിയയിൽ പല ക്ഷേത്രങ്ങളും സായി കൃഷ്ണ നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിർമ്മിച്ച ക്ഷേത്രങ്ങളിലൊന്നിൽ സായി കൃഷ്ണയുടെ സ്വന്തം താല്പര്യത്തിലാണ് അയാൾ പൂജ ചെയ്യാനായി തുടങ്ങിയത്. അപ്സരയ്ക്കും സായി കൃഷ്ണയ്ക്കും 2022 ഏപ്രിൽ മാസം മുതൽ അടുപ്പത്തിലാകുന്നു. ഈ അടുപ്പം ഒരു നല്ല ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പായി മാറാനായി തുടങ്ങി. ഈ ഒരു വർഷത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലായി പലതവണ ടൂർ പോകുന്നത് ഇവരൊരു ഹാബിറ്റായി തന്നെ മാറ്റിയിരുന്നു. ഇങ്ങനെ ഒരു തവണ അപ്സര അബോഷനായി എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 മാർച്ച് മാസത്തിൽ അപ്സര തന്നെ വിവാഹം കഴിക്കുന്നതിനായി വാട്സാപ്പ് വഴി സായി കൃഷ്ണയെ പ്രപ്പോസ് ചെയ്യുന്നത്. ഓൾറെഡി വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനായ സായി കൃഷ്ണയോട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അപ്സര തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. സായി കൃഷ്ണയ്ക്ക് അപ്സരയെ വിവാഹം കഴിക്കാനായി അല്പം പോലും താല്പര്യമില്ലായിരുന്നു. തനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് അയാൾ അപ്സരയോട് പറഞ്ഞു. ഇതിന് അപ്സര പറഞ്ഞത്, ഇൻ കേസ് സായി കൃഷ്ണ തന്നെ വിവാഹം കഴിച്ചില്ല എങ്കിൽ തങ്ങൾക്കിടയിലുള്ള ഈ എക്സ്ട്രാ മാരേജ് അഫെയർ എല്ലാവരെയും അറിയിച്ച് സായി കൃഷ്ണയെ ഡീഫെയിം ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായി തുടങ്ങി. ഈ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ച സായി കൃഷ്ണ ഒരു ദിവസം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി. അത് അപ്സരയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഇതിനുവേണ്ടി ഇന്റർനെറ്റിൽ എങ്ങനെ ഒരാളെ പിടിക്കപ്പെടാതെ കൊല്ലാം എന്നുള്ള കാര്യങ്ങൾ സായി കൃഷ്ണ അന്വേഷിക്കാനായി തുടങ്ങി. ഇതിനിടയിൽ ദിവസങ്ങൾ കഴിയും തോറും അപ്സരയുടെ ടോർച്ചർ കൂടിക്കൂടി വന്നു. സായി കൃഷ്ണയ്ക്ക് അപ്സരയെ കൊല്ലണം എന്നല്ലാതെ എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് കൊല്ലണം എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം സായി കൃഷ്ണ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. ജൂൺ 3-ാം തീയതി അപ്സര സായി കൃഷ്ണയെ ഫോണിൽ വിളിച്ച് നമ്മൾ ടൂർ പോയി ഒരുപാട് നാളായി, നമുക്ക് കോയമ്പത്തൂരിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. ഇതിന് സായി കൃഷ്ണ ഓക്കെ ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞ് ലഗേജ് എല്ലാം പാക്ക് ചെയ്യാനായി അപ്സരയോട് പറഞ്ഞു. അപ്സരയുടെ വീട്ടിൽ പോയി ജൂൺ 3-ാം തീയതി രാത്രി അപ്സരയെ സായി കൃഷ്ണ തൻ്റെ കാറിൽ പിക്കപ്പ് ചെയ്യുന്നു. എന്നാൽ അപ്സര ചിന്തിച്ചിരുന്ന പോലെ അവർ കോയമ്പത്തൂരിലേക്ക് പോയില്ല. കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞ് സായി കൃഷ്ണ അപ്സരയെ വിശ്വസിപ്പിച്ചു.
ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഇറങ്ങി അവർ ഡിന്നർ കഴിച്ചു. ഈ സമയം കൊണ്ട് സായി കൃഷ്ണ അപ്സരയ്ക്ക് സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തതായി പറയപ്പെടുന്നു. സോ ഡിന്നർ കഴിഞ്ഞ ശേഷം കാറിൽ കയറി ഇരുന്ന ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപ്സര മയങ്ങാനായി തുടങ്ങി. ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ടുവന്ന സായി കൃഷ്ണ സുൽത്താൻ പള്ളി എന്ന ഏരിയയിലുള്ള ഒരു വിജനമായ സ്ഥലത്ത് വെളുപ്പിന് 4 മണിക്ക് കാർ നിർത്തുന്നു. എന്നിട്ട് കാറിന്റെ ഡിക്കിയിൽ വെച്ചിരുന്ന ഒരു വലിയ പ്ലാസ്റ്റിക് കവർ എടുത്ത് അപ്സരയുടെ കഴുത്തിൽ ചുറ്റി ഞെരിക്കുവാനായി തുടങ്ങി. ഇതിനിടയിൽ പ്രതികരിക്കാനായി ശ്രമിച്ച അപ്സരയെ കയ്യിൽ കിട്ടിയ ഒരു കല്ലുപയോഗിച്ച് പലതവണ അയാൾ തലയിലടിക്കുന്നു. ഇങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അപ്സര മരണപ്പെടുന്നു. ഇങ്ങനെ മരണപ്പെട്ട അപ്സരയുടെ മൃതദേഹം അതേ പ്ലാസ്റ്റിക് കവറിലാക്കി കാറിന്റെ ഡിക്കിയിൽ വെച്ച് സായി കൃഷ്ണ വീട്ടിലേക്ക് പോയി. ഇതിന് ശേഷമാണ് ജൂൺ 5-ാം തീയതി സായി കൃഷ്ണ അപ്സരയുടെ അമ്മയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനായി പോയത്. കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്ന സായി കൃഷ്ണ തൻ്റെ കാറിൽ നിന്നും ദുർഗന്ധം വരുന്നത് നോട്ടീസ് ചെയ്യുന്നു. ബിക്കോസ് അപ്സരയുടെ മൃതദേഹം അപ്പോഴും ആ കാറിൻ്റെ ഡിക്കിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം ഈ മൃതദേഹം ഡിസ്പോസ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയ സായി കൃഷ്ണ അന്ന് വൈകുന്നേരം തന്നെ സരൂർ നഗറിലെ സബ് രജിസ്ട്രാർ ഓഫീസിന് പിറകിലായുള്ള അധികം ആളുകളാരും പോകാത്ത സ്ഥലത്തുള്ള ഒരു മാൻഹോളിൽ അപ്സരയുടെ ഈ മൃതദേഹം ഡംപ് ചെയ്യുന്നു. ഇതിനുശേഷം അടുത്ത ദിവസം, അതായത് ജൂൺ 6-ാം തീയതിയും അയാൾ അവിടെ പോയി നോക്കി. അപ്പോൾ ആ മാൻഹോളിൽ നിന്ന് വലിയ രീതിയിലുള്ള ദുർഗന്ധം വരുന്നതായി സായി കൃഷ്ണ മനസ്സിലാക്കി. ഉടനെ തന്നെ 2 ടിപ്പർ ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന സായി കൃഷ്ണ ലേബേഴ്സിനെ കൊണ്ട് ആ മാൻഹോൾ മുഴുവനായും കോൺക്രീറ്റ് ചെയ്ത് ദുർഗന്ധം പുറത്തേക്ക് വരുന്നില്ല എന്നുറപ്പാക്കുന്നു. അവിടെ ജോലിക്കായി വന്ന ലേബേഴ്സിനും മണ്ണ് കൊണ്ടുവന്ന ടിപ്പർ ലോറി ഡ്രൈവേഴ്സിനും സായി കൃഷ്ണ ഒരു കോൺട്രാക്ടർ ആയതുകൊണ്ട് മാൻഹോളിൽ നായയോ അങ്ങനെയുള്ള എന്തെങ്കിലും മൃഗങ്ങൾ വീണ് കിടന്നതിൻ്റെ ദുർഗന്ധം മാറ്റാനായി ഒരു സോഷ്യൽ സർവീസ് പോലെ ഇത് അയാൾ ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്നു. ലേബേഴ്സ് എല്ലാം അവിടെ നിന്നും പോയതിനു ശേഷം അപ്സരയുടെ ഹാൻഡ് ബാഗ്, ലഗേജ് ഇവയെല്ലാം സായി കൃഷ്ണ അവിടെ വെച്ച് തന്നെ കത്തിച്ച് കളയുന്നു. ഇതിനുശേഷം തിരിച്ച് വീട്ടിലേക്കും പോകുന്നു. സായി കൃഷ്ണയുടെ ഈ കൺഫഷന് ശേഷം അപ്സരയുടെ മൃതദേഹം മാൻഹോളിൽ നിന്നും പുറത്തെടുത്ത പോലീസ് അപ്സരയുടെ അമ്മയായ അരുണയെ ഏൽപ്പിക്കുന്നു. വിവാഹം പോലും കഴിയാത്ത തന്റെ മകളെ വഞ്ചിച്ച് കൊലപ്പെടുത്തിയ സായി കൃഷ്ണയ്ക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കണമെന്ന് അപ്സരയുടെ അമ്മയായ അരുണ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ കേസ് ഹൈദരാബാദ് മുഴുവൻ വൈറലായി. കൊലപാതകം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് കുറ്റവാളിയെയും കണ്ടെത്തി. അപ്സരയുടെ ഈ കേസ് ടിവിയിൽ ടെലികാസ്റ്റ് ആയതിനു ശേഷം കോയമ്പത്തൂരിലെ ഒരു വീട്ടിൽ വെച്ച് ഈ ന്യൂസ് കണ്ട ധനലക്ഷ്മി എന്ന സ്ത്രീ ഹൈദരാബാദ് പോലീസിനെ വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ഈ സത്യങ്ങൾ പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അപ്സരയുടെ ഈ കേസ് ഹൈദരാബാദ് മുഴുവൻ ട്രെൻഡിങ് ആയത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മിസ്സിംഗ് ആയ അപ്സരയുടെ നേറ്റീവ് പ്ലേസ് കോയമ്പത്തൂരാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിൽ വെച്ച് കാർത്തിക് രാജ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായി അപ്സര പ്രണയത്തിലാകുന്നു. തൻ്റെ പ്രണയത്തെക്കുറിച്ച് കാർത്തിക് അമ്മയായ ധനലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ പെൺകുട്ടി നമ്മുടെ ഫാമിലിക്ക് സെറ്റാകില്ല എന്നാണ്. എന്നാൽ അപ്സരയെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് കാർത്തിക് ഫാമിലിയെ കൺവിൻസ് ചെയ്ത് അപ്സരയെ വിവാഹം കഴിക്കുന്നു. എന്നാൽ വിവാഹശേഷം ഇവരുടെ ജീവിതം അത്ര സന്തോഷത്തോടെ മുന്നോട്ട് പോയില്ല. അപ്സരയുടെ അമ്മയായ അരുണയും കാർത്തിക്കിൻ്റെയും അപ്സരയുടെയും കൂടെ സെറ്റിലാകുന്നു. എന്നാൽ ഇത് കാർത്തിക്കിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും ഇഷ്ടമായിരുന്നില്ല. ഇതിന് കാരണം കല്യാണം കഴിഞ്ഞ് നാളുകൾ കഴിയും തോറും അപ്സരയും അമ്മയായ അരുണയും ചേർന്ന് കാർത്തിക്കിനെ അവർ എന്തു പറഞ്ഞാലും അത് കേട്ട് തലയാട്ടുന്ന ഒരു പാവയെ പോലെ ആക്കി മാറ്റാനായി തുടങ്ങിയിരുന്നു. ഈ കാര്യം ഒരു അഡ്വാൻറ്റേജായി എടുത്ത അപ്സരയും അമ്മയായ അരുണയും വളരെ ആഡംബരമായ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാനായി തുടങ്ങി. എക്സ്പോർട്ട് ചെയ്ത ഇമ്പോർട്ടഡ് ഡ്രസ്, ജ്വല്ലറി, 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുന്നത്, പാർട്ടിക്ക് പോകുന്നത്, വളരെയധികം എക്സ്പെൻസീവായ കോസ്മെറ്റിക്സ് വാങ്ങി ഉപയോഗിക്കുന്നത് തുടങ്ങി കാർത്തിക്കിൻ്റെ പണം അവർ ലാവിഷായി ചിലവഴിക്കാനായി തുടങ്ങി. ഇങ്ങനെ ഒരു ദിവസം ഈ എക്സ്പെൻസസ് എല്ലാം ചേർന്ന് 25 ലക്ഷം രൂപയുടെ ഒരു ബിൽ കാർത്തിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു നിൽക്കുന്നു. സോ കാർത്തിക് 25 ലക്ഷം രൂപ ലോൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേർന്നു. അപ്സരയും അമ്മയും ചേർന്നുണ്ടാക്കിയ ഈ ബാധ്യതയ്ക്ക് സ്വന്തം മകൻ ലോൺ അടയ്ക്കുന്നത് കണ്ട കാർത്തിക്കിൻ്റെ അമ്മ, നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടം നിങ്ങൾ തന്നെയാണ് തീർക്കേണ്ടത് എന്ന് അപ്സരയോടും അമ്മയോടും പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന അപ്സരയും അമ്മയായ അരുണയും കാർത്തിക് സ്ത്രീധനം ചോദിച്ച് ടോർച്ചർ ചെയ്യുന്നതായി പോലീസ് സ്റ്റേഷനിൽ പോയി കാർത്തിക്കിനെതിരെ ഒരു ഫേക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നു. ഈ പോലീസ് കംപ്ലയിൻറ്റ് കാരണം കാർത്തിക് 15 ദിവസത്തേക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് തള്ളപ്പെടുന്നു. കാർത്തിക് ഇനി പെർമനൻ്റായി ജയിലിലേക്ക് പോകും. സോ ഇനി ലക്ഷൂറിയസ് ആയ ജീവിതം ജീവിക്കണമെങ്കിൽ കയ്യിൽ പണം വേണം എന്ന് ചിന്തിച്ച അപ്സരയുടെ അമ്മ
മകളെ സിനിമയിൽ ഹീറോയിൻ ആക്കാൻ വേണ്ടി തമിഴ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ചില ഡയറക്ടേഴ്സിനോട് ചാൻസ് ചോദിക്കുന്നു. എന്നാൽ അപ്സര അവളുടെ ജീവിതത്തിൽ മാത്രമല്ല ഹീറോയിൻ ആകാനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റിൽ വരെ ഫെയിലായിരുന്നു. പക്ഷേ കാർത്തിക് ഇവർ ചിന്തിച്ചതുപോലെ പെർമനൻ്റായി ജയിലിൽ അടയ്ക്കപ്പെട്ടില്ല. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കാർത്തിക് ജയിലിൽ കിടന്നു എന്ന അപമാനം സഹിക്കാൻ കഴിയാതെ ആ പാവം സൂയിസൈഡ് ചെയ്തു. ഇതിനുശേഷം കാർത്തിക്കിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി കാർത്തിക്കിന്റെ അമ്മയും കുടുംബാംഗങ്ങളും രാമേശ്വരത്തേക്ക് പോയ സമയത്ത് കാർത്തിക് വഴി വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്ത് കോയമ്പത്തൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ആരോടും പറയാതെ അപ്സരയും അമ്മയായ അരുണയും പോകുന്നു. ഇങ്ങനെ ഹൈദരാബാദിലേക്ക് എത്തിയതിനു ശേഷമാണ് അപ്സര സായി കൃഷ്ണയെ പരിചയപ്പെടുന്നതും അവർ തമ്മിൽ അടുപ്പത്തിലാകുന്നതും. എന്നാൽ അപ്സരയുടെ അമ്മയായ അരുണ തൻ്റെ മകൾ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഒട്ടും ദഹിക്കാൻ കഴിയാത്തത്. കാർത്തിക്കിൽ നിന്നും കൺസീവായ അപ്സര കുഞ്ഞിനെ വരെ അബോർട്ട് ചെയ്ത് കളഞ്ഞിരുന്നു എന്നും കാർത്തിക്കിന്റെ അമ്മയായ ധനലക്ഷ്മി പോലീസിനോട് പറഞ്ഞു. ഇവിടെ കാർത്തിക് രാജ എന്ന സാധുവായ തൻ്റെ മുൻ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരിയായ അപ്സര കോയമ്പത്തൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് വന്ന് സായി കൃഷ്ണയുടെ കൈകൊണ്ട് മരണപ്പെടുന്നു. അപ്സരയുടെ ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലെയുള്ള ഒരുപാട് ക്രൈമുകൾ ഇപ്പോഴും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരു ക്രൈമുമായി ക്രൈം ടൈമിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.